പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എം കോൺഗ്രസ് സഖ്യം വരുന്നു. UDF ഭരണം വീണു. LDF അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയും പിന്തുണച്ചു. കോൺഗ്രസ് അംഗങ്ങൾ എത്തിയത് വിപ്പ് ലംഘിച്ച്. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം. ആഭ്യന്തര വകുപ്പ് നടപടി കുടുംബം അതൃപ്തി അറിയിച്ചതോടെ MK റാമിന്റെ ജാമ്യത്തിൽ DGPയോട് വിശദീകരണം തേടി മന്ത്രി. യുക്രൈനിൽ കൊല്ലപ്പെട്ട മലയാളി നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൽ മരിച്ചത് റഷ്യൻ ആക്രമണത്തിൽ. റഷ്യയെ കടുത്ത പ്രതിഷേധമറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ദേശാഭിമാനി വിവാദത്തിൽ കടുത്ത അമർഷത്തിൽ CPM. പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് അഭിപ്രായം. നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ചയാകും. എഡിറ്റർ KR അജയനെതിരെയുള്ള നടപടിയും ഉടൻ. കള്ളൻ വിജയൻ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് എഴുത്തുകാരൻ. ഹൈക്കോടതിക്ക് മുന്നിൽ ദമ്പതികളുടെ ആത്മഹത്യാശ്രമം. ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും ആംബുലൻസിനുള്ളിൽ വെച്ച് വിഷം കഴിച്ചു. പോലീസിനും നീതിന്യായ സംവിധാനത്തിനുമെതിരെ ആരോപണങ്ങൾ. വ്യാജ പീഡന പരാതിയും കള്ളമൊഴിയും നൽകുന്നുവെന്ന് പരാതി. ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി സമരം തുടരുന്നു. ജന്തർ മന്ദറിലെത്തി ചർച്ച വേണമെന്ന ആവശ്യവുമായി നേതാക്കൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നും മോദി NDA യോഗത്തിൽ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യമെടുത്ത CPM. തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജരായി. കേസിൽ പാർട്ടി 68ാം പ്രതി. തിരുവനന്തപുരത്ത് ബാറിന് തീയിട്ട അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കാരണമെന്ന് പ്രതി. ഞാൻ ഒരു പെഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ബാറിൽ വന്നപ്പോ അവന്മാർ എന്നെ ചവിട്ടിലടിച്ചു. ഞാൻ എന്തിരിയ, ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. ഇവിടെ കരിഞ്ഞു മൊത്തം. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. VS ഓർമ്മയായിട്ട് 1 വർഷം. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അനുസ്മരണ സമ്മേളനം. VS സ്മാരകം ഉദ്ഘാടനം വൈകിട്ട്. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ മരണം 8ആയി. ഒട്ടേറെ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. മീഥെയിൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. സമ്മർദ്ദം തുരങ്കത്തിൽ അപകടം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ. പത്താം ദിവസവും ഇറാനെതിരായ ആക്രമണം തുടർന്ന അമേരിക്ക. കുവൈറ്റിലും ബഹ്റൈനിലും US സൈനിക കേന്ദ്രങ്ങളിൽ ഇറാനും ആക്രമണം നടത്തി. ഒമാനിലെ ലിമ തീരത്തിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ ടാങ്കറിൽ മിസൈൽ പതിച്ചു. ചെങ്കടലിൽ സൗദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഹൂതി വിമതർ.